ഹലോ, ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഡേ ആണേ. എന്തെന്ന് വെച്ചാലേ, ഞാനൊരു അമ്മയായിട്ടും എനിക്കൊരു മോളുണ്ടായിട്ടും ഇന്ന് 11 വർഷം തികഞ്ഞു. അതെ, നമ്മുടെ പൊന്നുൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന് കേട്ടോ. അപ്പോൾ പൊന്നിൻ്റെ ഒരു ഫോട്ടോ ഞാൻ വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ പൊന്നു ഡ്രസ്സിനെ കുറിച്ച് ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പൊന്നിൻ്റെ ഈ ഒരു ഡ്രസ്സ് വേറൊന്നുമല്ല, ഞാനൊരു സാരി ഓൺലൈൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് റിമേക്ക് ചെയ്തതാണ് ഈ കാണുന്ന സാരിയാണ് ഓർഡർ ചെയ്തത്. അപ്പം അതിന് റിമേക്ക് ചെയ്ത് ഒരു ടോപ്പും ഒരു ക്രോപ്പ് ടോപ്പുമാണ് തയ്ച്ചത്. ക്രോപ്പ് ടോപ്പും സ്കർട്ടിനും തയ്ച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുതതിന് ശേഷം നേരെ പോയത് നമ്മൾ അമ്പലക്കുളത്തിലും പിന്നെ ആനയൊക്കെ കാണാനാണ് കേട്ടോ. ഇവിടെ വന്ന പൊന്നു ഇതൊക്കെ കണ്ടിട്ടേ വരാറുള്ളൂ. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് നമ്മുടെ വിസ്മയ ബേക്കറിയിലാണേ. അപ്പോൾ അവിടെ പോയൊരു കേക്ക് വാങ്ങുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പോയത്. അവിടെ നിറയെ കേക്കിൻ്റെ കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് വാങ്ങാൻ ആഗ്രഹം നമ്മുടെ ഹണി ആൽമണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലേവറിലുള്ള കേക്കായിരുന്നു. പക്ഷേ പൊന്നൂനാണെങ്കിലോ വേറെ ഒന്നിനെ തന്നെ പൊന്നു പിടിച്ചുകൊണ്ടിരുന്ന കേട്ടോ. അപ്പോൾ അതെന്ന് വെച്ചാൽ നമ്മുടെ ഈ കാണുന്ന കേക്ക് ഉണ്ടല്ലോ, ഇത് വന്നിട്ട് റെഡ് വെൽവെറ്റും ചോക്ലേറ്റും മിക്സ് ചെയ്തിട്ടുള്ളൊരു കേക്കായിരുന്നു. അപ്പോൾ അത് തന്നെ വേണമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു നമുക്ക് മറ്റേത് വാങ്ങിച്ച് നോക്കിയായിരുന്നു. പക്ഷെ അവൾ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ കേക്ക് തന്നെ വേണമെന്ന് പറഞ്ഞു ഇരുന്നു കേട്ടോ. അപ്പോൾ ഇത് 1 kgക്ക് 1000 റുപ്പീസാണ് വരുന്നത്. അങ്ങനെ ഇത് തന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തു. അങ്ങനെ ഇതിൽ പേരൊക്കെ എഴുതാൻ വേണ്ടി കൊടുത്ത സമയത്ത് ചുമ്മാ ഞങ്ങളൊന്ന് ചുറ്റിക്കറങ്ങി കേട്ടോ. വെറുതെ സമയം വേസ്റ്റാക്കി അവിടെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അതിനകത്ത് തന്നെ ചുമ്മാ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ നോക്കി തിരിച്ചു വയ്ക്കും. ഇതൊക്കെയായിരുന്നു പരിപാടി. പിന്നെ ഇവിടെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് സെക്ഷനൊക്കെ ഞാൻ കയറി നോക്കിയിട്ട് മുമ്പ് ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു, നല്ലതായിരുന്നു. അപ്പം ഇപ്പോൾ ഞാൻ വാങ്ങിയില്ല, തിരിച്ചവിടെ വച്ചിട്ട് അങ്ങനെ നടന്നു. പിന്നെ പൊന്നുവിൻ്റെ ബർത്ത്ഡേ വരുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് ട്യൂസ്ഡേ ആണ്. അപ്പോൾ അത് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കേക്കൊക്കെ വാങ്ങിയിട്ട് നേരെ വീട്ടിൽ പോയി. എല്ലാവരും കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി കട്ട വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. അങ്ങനെ കേക്കൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് നമ്പറൊക്കെ വെച്ച് അങ്ങനെ പൊന്നു നമ്മളിവിടെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് അവളെ ഒറ്റയ്ക്കാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പൊന്നു കേക്ക് കട്ട് ചെയ്തിട്ട് ലാസ്റ്റ് എന്നെ ഹെൽപ്പിന് വേണ്ടി വിളിച്ചു കേട്ടോ, അതിനകത്തുനിന്ന് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ കേക്ക് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ നേരെ പോയത് നമ്മുടെ സദ്യ കഴിക്കാനായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് പിറന്നാൾ സദ്യയൊക്കെ കഴിച്ച് ഈ വർഷത്തെ ആഘോഷം ഇവിടെ അവസാനിപ്പിച്ചു.